സന്തോഷം എന്നത് പ്രശ്നങ്ങളില്ലാത്ത അവസ്ഥയല്ല, പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ്. നമുക്കൊരു സ്റ്റോറി കേൾക്കാം. ഒരിക്കൽ ഒരു വഴിയിലൂടെ ഒരു സെൻഗുരുവും ശിഷ്യനും നടന്നു പോകുകയായിരുന്നു. ഒരു ഗ്രാമത്തിലെത്തിയപ്പോൾ അല്പസമയം വിശ്രമിക്കാനായി അവർ ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്നു. ഗ്രാമീണരിൽ ചിലർ സെൻഗുരുവിനെ സമീപിച്ച് പറഞ്ഞു, ഗുരു, ഞങ്ങളുടെ ഗ്രാമത്തിൽ പാവപ്പെട്ട വൃദ്ധയായ ഒരു സ്ത്രീ താമസിക്കുന്നുണ്ട്. അവർ എല്ലാ സമയവും ദുഃഖഭാരത്താൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. കരയുന്ന സ്ത്രീ എന്നാണ് ഞങ്ങൾ അവരെ വിളിക്കാറ്. അവരുടെ സങ്കടത്തിന് എന്തെങ്കിലും പരിഹാരമുണ്ടോ? ഗുരു പറഞ്ഞു, എനിക്ക് അവരെയൊന്ന് കാണണം. അങ്ങനെ സെൻഗുരുവും ശിഷ്യനും കരയുന്ന സ്ത്രീയുടെ വീട്ടിലെത്തി. ആ സ്ത്രീ അപ്പോൾ വീടിൻ്റെ വരാന്തയിൽ ദുഃഖിച്ചിരിക്കുകയായിരുന്നു. ഗുരു ചോദിച്ചു, എന്തിനാണിങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്? അവർ പറഞ്ഞു, ജീവിതത്തിൽ സങ്കടപ്പെട്ടിരിക്കാനാണ് എൻ്റെ വിധിയെന്ന് തോന്നുന്നു. എന്നെക്കുറിച്ചല്ല, എൻ്റെ പെൺമക്കളുടെ കുടുംബത്തെക്കുറിച്ചാണ് എൻ്റെ ആദ്യം മുഴുവനും. എനിക്ക് ആകെ 2 പെൺമക്കളാണുള്ളത്. അവരുടെ സുഖദുഃഖങ്ങളാണ് എൻ്റെയും സുഖദുഃഖങ്ങൾ. അവർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെ. ഗുരു ചോദിച്ചു, എവിടെയാണ് അവർ? സ്ത്രീ പറഞ്ഞു, അവർ കല്യാണം കഴിഞ്ഞ് അവരവരുടെ ഭർത്താക്കന്മാരോടൊപ്പം ഭർത്തൃവീടുകളിലാണ്. പിന്നെ എന്തിനാണ് അവരെക്കുറിച്ച് ദുഃഖിക്കുന്നത്? ഗുരു ചോദിച്ചു. വൃദ്ധ പറഞ്ഞു, എൻ്റെ മൂത്ത മകളെ ഒരു കുടനിർമ്മാതാവാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. നല്ല വെയിലുള്ള ദിവസങ്ങളിൽ മൂത്ത മകളുടെ കുടുംബത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം വരും. ഈ നല്ല കാലാവസ്ഥയിൽ ഒരാളും കുട വാങ്ങില്ല. കടയിൽ കച്ചവടം ഇല്ലാതെ അവരെങ്ങനെ ജീവിക്കും? അതോർത്ത് ഞാൻ സങ്കടപ്പെട്ടിരിക്കും. തനിക്കൊന്നും ചെയ്യാനാവില്ലെന്ന് മനസ്സിലാകുമ്പോൾ പിന്നെ കരച്ചിൽ വരും. ഓഹോ, അപ്പോൾ മഴക്കാലമായാൽ നിങ്ങൾക്ക് സന്തോഷിക്കാമല്ലോ? ഗുരു ചോദിച്ചു. വൃദ്ധ പറഞ്ഞു, ഇല്ല ഗുരു, എനിക്ക് സന്തോഷിക്കാനാവില്ല. എൻ്റെ ഇളയ മകളെ കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു പപ്പട നിർമ്മാതാവാണ്. മഴക്കാലം തുടങ്ങിയാൽ ഇളയ മകളുടെ കുടുംബത്തെക്കുറിച്ചായി എൻ്റെ ആദ്യം മുഴുവനും. പപ്പടം നിർമ്മിച്ച് ഉപജീവനം നടത്തുന്ന അവർ നല്ല വെയിൽ ലഭിക്കാതെ പപ്പടങ്ങൾ എങ്ങനെ ഉണക്കിയെടുക്കും? കച്ചവടം നടക്കാതെ അവരെങ്ങനെ ജീവിക്കും? അതാലോചിക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരും. ഗുരുവിന് കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായി. ഇവർക്ക് എല്ലാ കാലത്തും കരയാനാണ് വിധി. ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, ഇനി മുതൽ നല്ല വെയിലുള്ളപ്പോൾ നിങ്ങളുടെ ഇളയ മകളെക്കുറിച്ച് മാത്രം ഓർക്കുക. നല്ല വെയിലിൽ അവളുടെ കുടുംബത്തിന് ഒരുപാട് പപ്പടം ഉണക്കിയെടുക്കാനാവും. അതുവഴി അവർക്ക് ഒരുപാട് സമ്പാദിക്കാനാവും. ആ സമ്പാദ്യം കൊണ്ട് മഴക്കാലത്തും അവർക്ക് സുഖമായി ജീവിക്കാം. നല്ല മഴ പെയ്യുമ്പോൾ മൂത്ത മകളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. അവരുടെ കുടക്കച്ചവടം നന്നായി നടക്കും. അങ്ങനെ അവർക്ക് ഐശ്വര്യം കൈവരും. ആ സമൃദ്ധി കൊണ്ട് അവർക്ക് വേനൽക്കാലത്തും സുഖമായി കഴിയാം. സെൻഗുരുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ സ്ത്രീക്ക് ബോധോദയമുണ്ടായി. ഗുരുവിൻ്റെ ഉപദേശങ്ങൾ കൂടിയായപ്പോൾ വൃദ്ധയുടെ ചിന്തയിൽ മാറ്റങ്ങളുണ്ടായി. നല്ല വെയിൽ കാണുമ്പോൾ അവരുടെ മനസ്സ് നിറയും. ചെറിയ മകളുടെ കുടുംബം ഇപ്പോൾ കൂടുതൽ പപ്പടം ഉണക്കിയെടുക്കുകയായിരിക്കും എന്നോർത്ത് അവർ സന്തോഷിക്കും. മഴക്കാലമാകുമ്പോൾ മൂത്ത മകളെക്കുറിച്ച് ഓർത്ത് അവരുടെ മനസ്സ് സന്തോഷിക്കും. പിന്നീട് അവർ ജീവിതത്തിൽ ഒരിക്കലും സങ്കടപ്പെട്ടിട്ടില്ല, മറിച്ച് എല്ലായ്പ്പോഴും സന്തോഷത്തോടെ പുഞ്ചിരിക്കുന്നവരായി മാറി. സന്തോഷം തേടിയുള്ള യാത്രയിലാണ് മനുഷ്യർ. പ്രശ്നങ്ങളില്ലാത്ത ജീവിതമാണ് സന്തോഷമെന്ന് പൊതുവെയുള്ള വിശ്വാസം. സന്തോഷം എന്നത് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ്. കാരണം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാത്ത ജീവിതമില്ല. ഒരു സാഹചര്യത്തിൻ്റെ നിഷേധാത്മക വശം മാത്രം ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നതിന് പകരം പരിഹാരങ്ങളും സാധ്യതകളും ഗുണകരമായ വശങ്ങളും കണ്ടെത്തുന്നതിലൂടെയാണ് പുരോഗതിയും വിജയവും കൈവരുന്നത്. ഓരോ പരിഹാരവും ഓരോ ക്രിയാത്മകതയാണ്. എല്ലാ കാര്യങ്ങളിലും നമ്മുടെ കാഴ്ചപ്പാടിനനുസരിച്ചാണ് നന്മയും തിന്മയുമായി ഉരുത്തിരിയുന്നത്. കാര്യങ്ങൾക്ക് മാറ്റം വരില്ല, പക്ഷേ കാഴ്ചപ്പാടുകൾക്ക് സംഭവവികാസങ്ങളെ പോസിറ്റീവായി കാണാൻ കഴിയും. ഇതാണ് മനുഷ്യജീവിതത്തിലെ സന്തോഷത്തിൻ്റെ രഹസ്യം. ഒരേ ജീവിത സാഹചര്യങ്ങൾ വളരുന്നവർ തന്നെ ചിലർ വിജയികളും മറ്റു ചിലർ പരാജിതരുമാകുന്നത് ഇതുകൊണ്ടാണ്. സന്തോഷത്തിൻ്റെ വാതായനം കാഴ്ചപ്പാടുകളാണ്. ഏതൊരു സാഹചര്യത്തിലും പോസിറ്റീവായി കാണുകയാണെങ്കിൽ അത് മനുഷ്യനെ സന്തോഷിപ്പിക്കും. ഏതൊരു സാഹചര്യത്തിലും സന്തോഷവും അവസരങ്ങളും കണ്ടെത്താൻ ഈ കഥ പ്രചോദനമാകും. ജീവിതം പല വെല്ലുവിളികളും കൊണ്ടുവരും. ചിലപ്പോൾ അത് നമ്മെ താഴേക്ക് തള്ളിടും. എന്നാൽ പ്രതീക്ഷകൾ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നു. നമുക്ക് നിയന്ത്രണമില്ലാത്ത കാര്യങ്ങളെ നിയന്ത്രിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. കർത്തവ്യങ്ങൾ നിറവേറ്റുകയും കഠിനാധ്വാനത്തിൽ ഏർപ്പെടുകയും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.